മലയാളത്തിലെ സ്വന്തം ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായി വന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നുണക്കുഴി. ഇപ്പോൾ ചിത്രം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ചിത്രം കണ്ടു. പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്നാണ് ഞാൻ ചിത്രം കണ്ടത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനോഷായ്. ജിത്തു ജോസഫ്, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ഒരു വല്ലാത്തൊരു വികാരമാണ് ഉണ്ടാകുക. കാരണം ദൃശ്യം 2 എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം അങ്ങനെ തന്നെ പറയാം. കാരണം ഒരു ഇന്ത്യയിലെ ഒരു ചെറിയൊരു ലാംഗ്വേജായ മലയാളത്തിൽ ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത് ഇൻ്റർനാഷണൽ ലെവൽ വരെ അതിൻ്റെ ഒരു റീമേക്ക് റൈറ്റ്സ് മേടിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ആ ഒരു സിനിമ കാണുകയും കഥ അറിയുകയും ചെയ്ത് ഞെട്ടിത്തരിച്ച ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കിയ ഒരു ഡയറക്ടറാണ് ജിത്തു ജോസഫ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് നുണക്കുഴി എന്ന് പറയുന്ന ചിത്രം. ബേസിൽ ജോസഫ്, സിദ്ദിഖ്, മനോജ് കെ ജയന്, ബൈജു സന്തോഷ്, അനീസ് നെടുമങ്ങാട്, അൽത്താഫ്, ഗ്രേസ് ആന്റണി, നിഖില വിമല്, അജു വർഗീസ്, സ്വാസിക, സൈജു കുറുപ്പ് തുടങ്ങി ഒരു വൻ പട്ടാളം, ഒരു ബറ്റാലിയൻ തന്നെ അഭിനയിച്ച ചിത്രമാണ് നുണക്കുഴി എന്ന് പറയുന്ന ചിത്രം. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രമാണ് നുണക്കുഴി എന്ന് പറയുന്ന ചിത്രം. വലിയ ഇപ്പൊ തിയേറ്ററിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ ജിത്തു ജോസഫിന്റെ ഒരു കോമഡി ചിത്രം എന്ന് ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രം എന്ന് പറയുന്നത് മൈബോസ് ആയിരുന്നു. മൈബോസിന് ശേഷം മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നു. പക്ഷെ അട്ടർ ഫ്ലോപ്പായി പോയി. അത് നമ്മുടെ ലിസ്റ്റിൽ കൂട്ടുന്നില്ല. എന്നാൽ മൈബോസ് കാണുന്ന ഒരു ഫീൽ അല്ല ശരിക്കും പറഞ്ഞ ഈ ചിത്രം. മൈബോസിൽ ഒരുപാട് നമ്മൾ അറിയാതെ ഉറക്കെ ചിരിച്ചു പോകുന്ന കുറെ കോമഡി സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അതല്ല. ഇവിടെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണോ കോമഡികൾ വർക്കൗട്ട് ആകുക, ഒരു നാച്ചുറൽ കോമഡീസ് എങ്ങനെയാണോ വർക്കൗട്ട് ആകുക, ഒരു കുട്ടി കൗണ്ടേഴ്സ് എങ്ങനെയാണോ വർക്കൗട്ട് ആകുക, അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മാത്രം 2-2.5 മണിക്കൂർ ഒരു തരി പോലും ബോറടിപ്പിക്കാതെ നമ്മുടെ മുഖത്തൊരു കുട്ടി ചിരി വരുത്തി, അല്ലെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സിനെയൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒരു 2.5 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഡീസൻറ്റ് കോമഡി എന്റർടൈനറാണ് നുണക്കുഴി എന്ന് പറഞ്ഞ ചിത്രം. വലിയൊരു റിച്ച് മാനായിട്ടുള്ള ബേസിൽ ജോസഫിന്റെ കമ്പനിയിലേക്ക് ഒരു ഇൻകം ടാക്സ് റെയ്ഡുമായിട്ട് വരുന്ന ഒരു ഓഫീസറാണ് സിദ്ദിഖ് എന്ന് പറയുന്നത്. അങ്ങനെ സിദ്ദിഖ് വരികയും റെയ്ഡ് നടത്തി കുറച്ച് തിങ്സ് അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം ആ തിങ്സിൽ ഒരു പർട്ടിക്കുലർ തിങ് അദ്ദേഹത്തിന് ഇന്ന് തിരിച്ച് കിട്ടണം എന്നുള്ളൊരു വാശി കൊണ്ട് ബേസിൽ ജോസഫ് അത് തപ്പി ഇറങ്ങുകയും, കൂടാതെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന കുറെ ഇൻസിഡന്റുകളെല്ലാം കറങ്ങി തിരിഞ്ഞ് ഇദ്ദേഹത്തിന്റെ തലയിൽ എങ്ങനെ വരുന്നു, അത് ഇദ്ദേഹത്തിന് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ, അതെങ്ങനെ കൺക്ലൂഡ് ആയി എന്നുള്ളതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഒരു വൺ നൈറ്റിൽ നടക്കുന്ന, ഒരു രാത്രി നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായ രീതിയിൽ ഓരോ ഇൻസിഡന്റിനെയും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് ഒരു തരി പോലും ബോറടിപ്പിക്കാതെ അതിനെ നല്ല ത്രൂ ഔട്ട് അതിനെ കൊണ്ടുപോകാനും നല്ലൊരു എൻഡിങ് നിർത്താനും അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രതീക്ഷ കൂടി വെക്കുന്ന രീതിയിൽ ഇതിനെ കൊണ്ട് എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വന്ന എല്ലാ ആക്ടേഴ്സും തന്നെ അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു കൂടുതലും സ്കോർ ചെയ്തത് സിദ്ദിഖായിരുന്നു. സിദ്ദിഖിക്ക പൊളിച്ചടുക്കിയിട്ടുണ്ട്. ചില മാനറിസംസ് അദ്ദേഹത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഇവിടെ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിൽ കട്ടയ്ക്ക് തന്നെ ഒന്ന് സ്കോർ ചെയ്യാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും ബൈജു സന്തോഷ് വന്നിട്ട് പുള്ളിയുടെ ഒരു അൾട്രാ പ്രോ മാക്സ് സാധനം, പുള്ളി മൊത്തം ഇതിനെല്ലാം കവർ ചെയ്ത് നിന്നെല്ലാം തൂക്കി സാപ്പിട്ടെ എന്ന് പറയുന്ന പോലെ ഇവരെ എല്ലാം കടത്തി വിട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ് പുള്ളി കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി എന്നാന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒരു പഴയ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന പോലെ ഒരു കോമഡി ചിത്രത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അതിന്റെ ഒരു നർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ആ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു മിക്കി മൗസ് കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ടോം ആൻഡ് ജെറി കാണുന്ന പോലെ, അല്ലെങ്കിൽ പഴയ ഒരു സിനിമയായ നമ്മുടെ ഹോം അലോൺ എന്ന് പറയുന്ന സിനിമ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നട്ടി പ്രൊഫസർ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമകളൊക്കെ കാണുന്ന പോലത്തെ അതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയ പോലെ തോന്നി. ഈ ഒരു സിനിമയ്ക്ക് ആ ഒരു ടൂണും ആ ഒരു ഫീലാണ് വേണ്ടതെന്ന് തോന്നി. എന്തായാലും അത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. AR കൃഷ്ണകുമാറാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ ആ ഒരു കോംപ്ലിക്കേഷനെയും കാര്യങ്ങളെയും
ചക്ക കുഴയുന്ന പോലെ കുറെ കുഴഞ്ഞു മറിഞ്ഞ് വരുന്നിട്ട് അതിനെ മൊത്തത്തിൽ റിവീൽ ചെയ്ത് എടുക്കുന്ന സാധനം വരെ നല്ല രീതിയിൽ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയും ഒരു താന്നു പോയ പോലെ, അല്ലെങ്കിൽ അവിടെ കുറച്ച് ഡൗൺ ആയിപ്പോയി ഇവിടെ കുറച്ച് ഡൗൺ ആയിപ്പോയി എന്നൊന്നും തോന്നാത്ത രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ടെൻഷനെയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തും അതിൻ്റെ ആ നർമ്മത്തിനെയും ബിൽഡ് ചെയ്തും നല്ല രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും റൈറ്റിംഗ് സൈഡും നന്നായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യം മുതൽ അവസാനം വരെ ബോറടി ഇല്ലാതെ ചിരിപ്പിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ജിത്തു ജോസഫിന്റെ മറ്റൊരു മാജിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ടെൻഷനുള്ള അല്ലെങ്കിൽ ഒരു സീരിയസ് നിറഞ്ഞൊരു സിനിമ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു കോമഡി ചിത്രം ചെയ്ത് അത് പ്രേക്ഷകരെ കൊണ്ട് ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് പുള്ളി സിമ്പിളായിട്ട് ഇവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ടിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഇന്ന കാറ്റഗറി എന്നൊന്നും പറയാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു നൈസ് ഡീസൻറ്റ് കോമഡി എൻ്റർടൈനറാണ് നുണക്കുഴി എന്ന് പറഞ്ഞ ചിത്രം. താല്പര്യമുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.